Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ നമ്മളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ, ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല ഗീ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. RKGൻ്റെ ഗീ ആണ്. നമ്മളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഗീ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂനട്ടും ആൽമണ്ടും മിക്സായി ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതിലേക്ക് പിന്നീട് റൈസിൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണിന് മേലെ വരും. അപ്പോൾ അതിലേക്ക് ബ്ലാക്ക് റൈസിൻസ് കൂടി ഒരു 4 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളർഫുള്ളായി കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതൊക്കെ നമ്മൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടെടുക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ. ഇതാ ഇതിൽ നിന്ന് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഇത് എന്തായാലും ചെയ്തിരിക്കണം ഇതുപോലെ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാൻ ഒരിക്കലും പാടില്ല. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ആരും ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ സമയമെടുത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5-6 മിനിറ്റ് വേണ്ടി വരും നമ്മൾക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല പോലെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇത്. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കണ്ട, അതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് സെയിം പാനിൽ തന്നെ 1 കപ്പ് ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഈ ഷുഗറിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ചിരവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഒറ്റ നൂല് പരുവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നല്ല പോലെ ഈ ഷുഗർ ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1.5 കപ്പിന് മേലെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചിരവിയ തേങ്ങ. അതേപടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാന്ന്, അല്ലാതെ ക്രഷ് ചെയ്തിട്ടൊന്നുമല്ല ഇട്ട് കൊടുക്കുന്നുള്ളത്. ഈ തേങ്ങ നമുക്ക് ആ ലഡുവിൽ ഇട്ടിട്ട് അങ്ങനെ ഇടിയോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് കടിക്കാൻ കിട്ടുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ ഈ 1.5 കപ്പ് തേങ്ങ വരും. ഇത് ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1.5 കപ്പായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കറുത്ത ഭാഗമൊക്കെ ഇതിൽ നിന്ന് വേണമെങ്കിൽ മാറ്റാം. ഞാൻ വെളുത്ത ഭാഗം മാത്രമല്ല എടുത്തിട്ടുള്ളത്, ആ മുഴുവനും തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ തേങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഒരു 5-6 മിനിറ്റ് ഇതിൽ കിടന്ന് വേവണം കേട്ടോ. തേങ്ങ നന്നായി വെന്ത് കിട്ടണം. എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതും വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഞാൻ ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിലൊന്നും നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വേണം. അപ്പോൾ അത് 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് തേങ്ങയിലുള്ള. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾക്ക് ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതിലേക്ക് വെള്ളം കുറവാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂണോ മറ്റോ തിളച്ച് ആറിയ വെള്ളം ഇല്ല, തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം ഉണ്ടെങ്കിൽ അത്, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് ഗീയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഗീ ചേർത്ത് കൊടുത്തതാണ് ഏലക്കപ്പൊടിയും, എന്നാലും ഇപ്പോൾ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്നും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇപ്പം കിടക്കുന്നുണ്ട്. ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് എല്ലാം ഒരേപോലെ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഈ
ലഡുവിൻ്റെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്മൾ കുഴച്ചെടുക്കുന്ന ഇതിൻ്റെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിനെ ബോൾസാക്കി എടുക്കണം. നല്ലോണം തണുത്തതിന് ശേഷം ബോൾസാക്കാൻ പാടില്ല. ഈ ഇളം ചൂടുള്ള ടൈമില്ലേ ആ ടൈമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റവ ലഡു നമ്മൾക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്വാദാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് തണുത്ത് പോയാലും നല്ലോണം കട്ട പിടിച്ചൊന്നും പോവില്ല. ഞാൻ പറയുന്ന ഇതേ മെത്തേഡിൽ നിങ്ങളും ചെയ്യുവാണെങ്കിൽ മധുരം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുത്തു വിടാം. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് ടീ ടൈം സ്നാക്കായിട്ടും നമ്മൾക്ക് ഇത് കഴിക്കാവുന്നതേയുള്ളൂ, 4 മണി പലഹാരമായിട്ട്. ഇതിനെ ഞാൻ ഓപ്പൺ ചെയ്ത് കൂടി കാണിച്ചു തരാം എത്രക്കും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ റവ ലഡു കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെ, പുറത്ത് വേണമെങ്കിൽ അങ്ങനെ. ഗൾഫിലേക്കൊക്കെ നമ്മൾ കൊടുത്തു വിടാനൊക്കെ റവ ലഡു ഒക്കെ ഉണ്ടാക്കാറില്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒട്ടും കേടൊന്നും ആവത്തില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റവ ലഡുവും കിട്ടുകയും ചെയ്യും. ഇതിന് വെള്ളത്തിന് പകരം പാല് ചേർത്താൽ പെട്ടെന്ന് കേടാവുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കാത്ത കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു റെസിപ്പി കൂടെയാണ് ഈ തരിയുണ്ട. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.